ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള ആദ്യ ദിവസമായിരുന്നു ഇന്ന് മാർച്ച് 28. സംസ്ഥാനത്ത് വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലായി ഇന്ന് 14 പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൻ്റെ മണ്ഡലം തിരിച്ചുള്ള വിവരം ഇങ്ങനെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 4 പേരാണ് ഇന്ന് പത്രിക നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 4 പേരാണ് ഇന്ന് പത്രിക നൽകിയിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ 3 പേർ പത്രിക നൽകിയിട്ടുണ്ട്. അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി M മുകേഷ് അടക്കം 3 പേരാണ് അവിടെ പത്രിക നൽകിയിട്ടുള്ളത്. മാവേലിക്കര മണ്ഡലത്തിൽ ഒരാളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ ഒരാൾ പത്രിക നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഒരാളാണ് പത്രിക നൽകിയിട്ടുള്ളത്. തൃശ്ശൂരിൽ ഒരാൾ, കോഴിക്കോട് ജില്ലയിൽ ഒരാൾ, കാസർഗോഡ് 2 എന്നിങ്ങനെയാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. മറ്റു മണ്ഡലങ്ങളിൽ ആരും പത്രിക നൽകിയിട്ടില്ല. കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ ഓരോ സ്ഥാനാർത്ഥികൾ 2 പത്രികകൾ വീതവും, കാസർഗോഡ് ഒരാൾ 3 പത്രികയും നൽകി. ആകെ 18 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് മുതലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട ഒരാളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയത്. കൊല്ലത്തെ M മുകേഷ്, LDFിൻ്റെ സ്ഥാനാർത്ഥി M മുകേഷാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ള നേതാക്കൾ മുകേഷിനോടൊപ്പം എത്തിയാണ് ഇന്ന് ജില്ലാ കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക നൽകിയത്. കൊല്ലത്തിന്റെ അഭിമാനമായ തൊഴിലാളികളുടെ സ്വന്തം വീടായ CITU കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് തൊഴിലാളികളുടെ സ്നേഹവായ്പ ഏറ്റുവാങ്ങി M മുകേഷ് പത്രികാ സമർപ്പണത്തിനായി നടന്നു. K വരദരാജൻ, സുബാൽ MLA, K രാജു, ധനമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KN ബാലഗോപാൽ എന്നിവരോടൊപ്പം ജില്ലാ വരണാധികാരി N ദേവിദാസ് മുമ്പാകെ 2 സെറ്റ് പത്രിക സമർപ്പിച്ചു. കെട്ടിവെക്കാനുള്ള പണം കടലമ്മയുടെ മക്കൾ മത്സ്യത്തൊഴിലാളികൾ നൽകി. അങ്ങനെ തെരഞ്ഞെടുപ്പിലെ ആദ്യ പത്രിക സമർപ്പിച്ചുവെന്ന നേട്ടവും മുകേഷിന് സ്വന്തം. സംസ്ഥാനത്ത് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ സ്വീകരണം തുടങ്ങിയതും മുകേഷായിരുന്നു. ജനവിധി അനുകൂലമാകുമെന്ന് M മുകേഷ് ശുഭാപ്തി വിശ്വാസം രേഖപ്പെടുത്തി. ഇനി 1 മാസത്തോളമുണ്ട്. എല്ലാ സഹാക്കളും, പ്രവർത്തകരും, അനുഭാവികളും, സുഹൃത്തുക്കളുമെല്ലാം ആത്മാർത്ഥമായിട്ട് ഈ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നോ കൺഫ്യൂഷൻ ആൻഡ് നോ ഡൗട്ട്. അത് ആദ്യത്തെ ദിവസം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കൊല്ലം നിയോജക മണ്ഡലത്തിൽ നല്ലവരായ വോട്ടർമാർ തെരഞ്ഞെടുത്ത M മുകേഷിനെ ഇനി കൊല്ലം ലോക്സഭയിലേക്കും വോട്ടർമാർ MP ആക്കുമെന്ന പ്രത്യാശയിലാണ് ഇടതുമുന്നണിക്കായി DYFI സംസ്ഥാന ട്രഷറർ SR അരുൺബാബു കൂടി ഇനി ഡമ്മി പത്രിക സമർപ്പിക്കും. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.